ലഹരി ഉപയോഗിച്ച് ബസ് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നു എന്നത് യാഥാർത്ഥ്യമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഗോപിനാഥൻ. കോഴിക്കോട് സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള 24 വാർത്ത ശരിവച്ചാണ് ഗോപിനാഥന്റെ പ്രതികരണം. MVDയും സർക്കാരും എന്തു നടപടിയെടുത്താലും ഒപ്പമുണ്ടെന്നും ഗോപിനാഥൻ പറഞ്ഞു. ലഹരി ഉപയോഗിക്കുന്ന ഡ്രൈവർമാർ ഒട്ടനവധിയുണ്ട്. സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർമാർ മാത്രമല്ല, അവരെ ന്യായീകരിക്കില്ല. സ്വകാര്യ ബസ്സിലെ ഡ്രൈവർമാർ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് റോഡുകളിൽ ഓടുന്ന ലോറിക്കാരുൾപ്പെടെ ബസ്സുകാർ, ടാക്സിക്കാർ എല്ലാവരും ഒരു വലിയൊരു തലമുറ, പുതിയ ഈ ഡ്രൈവർ തലമുറ മുഴുവൻ ലഹരിക്ക് അടിമപ്പെട്ട് ഓടുന്നവരാണ് മഹാഭൂരിപക്ഷവും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് സ്വകാര്യ ബസ്സുകളിലും അത്തരം ആളുകളുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ഒരുക്കണം. ഒരു കാരണവശാലും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നവരെ ബസ്സുകളിൽ ഞങ്ങളുടെ അനുഭവത്തോടോ ഞങ്ങളുടെ അറിവോടോ ഞങ്ങൾ കയറ്റുന്നതല്ല. അതിനാവശ്യമായിട്ടുള്ള നടപടി എടുക്കുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സ്വകാര്യ ബസ് ഉടമകളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ടാവുമെന്നേ പറയാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ. ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വാർത്തകൾ നിർമ്മിച്ചിരുന്നത്. ഷംന, ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാട്സാപ്പ്, അവരുടെ തന്നെ ഗ്രൂപ്പിലെ വാട്സാപ്പിൽ പറയുന്നത്, അല്ലെങ്കിൽ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്, ബഹുഭൂരിപക്ഷം ആളുകളും ഇത്തരത്തിൽ MDMA കഞ്ചാവ് ഓടിച്ച് വാഹനം ഓടിക്കുകയാണ്, അതുകൊണ്ട് വണ്ടി ഇറക്കാൻ പേടിയാണെന്നൊരു ഡ്രൈവർ പറയുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പോലും പറയാതെ അതങ്ങനെ സത്യമാണ് എന്ന് പറയുകയാണ് അവരുടെ ഫെഡറേഷൻ, അവരുടെ കൂട്ടായ്മയുടെ സംഘടനാ നേതാവ്. അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്ന പ്രതികരണമായി പോയി അത്. ഷംന, തീർച്ചയായും ഹാഷ്മി, അത് തന്നെയാണ് വാർത്ത. 24 വാർത്ത ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗോപിനാഥൻ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ബസ് ഡ്രൈവർമാർ, ലോറി ഡ്രൈവർമാർ, ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെ പുതിയ തലമുറയിലെ ഒരു വലിയ വിഭാഗം ഡ്രൈവർമാരും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ ബസ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മദ്യപിച്ചോ മറ്റോ വാഹനം ഓടിക്കുന്നത് പോലെ രാസലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ നിലവിൽ സാധിക്കുന്നില്ല. അവരെ പെട്ടെന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അത് തെളിയിക്കാനോ കഴിയുന്നില്ല ഉടൻ തന്നെ. അത് ഒരു വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി ഗോപിനാഥൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് നടപടി മോട്ടോർ വാഹന വകുപ്പും സർക്കാരും സ്വീകരിച്ചാലും അതിനൊപ്പമുണ്ട്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് വാഹനങ്ങൾ നിരത്തിൽ ഇറക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് എന്ത് നടപടി, അതുമായി ബന്ധപ്പെട്ട് ഇവരെ കണ്ടുപിടിക്കാനോ അവർക്കെതിരെ കർശന നിയമ നടപടികളിലേക്ക് കടക്കാനോ എന്താണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരം നടപടികൾ ഉണ്ടായാൽ അത് ഈ ബസ് ഓർഗനൈസേഷൻ അതിനൊപ്പമുണ്ട് എന്ന് കൂടി ഗോപിനാഥൻ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയിൽ ഒരു ഓഡിയോ സന്ദേശം ഉണ്ടായിരുന്നു. അതായത് ഈ വാഹനം ഇത്തരത്തിൽ ബസ് ഡ്രൈവർമാരുൾപ്പെടെ ഈ ലഹരി ഉപയോഗിച്ച് വാഹനം ഇറക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിരത്തിൽ വാഹനം ഇറക്കാൻ തന്നെ പേടിയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, അത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇത്തരക്കാരെ കണ്ടുപിടിക്കുകയും ഒപ്പം തന്നെ കർശനമായ നടപടി എടുക്കുകയും ചെയ്യണമെന്ന് കൂടി ഗോപിനാഥൻ വ്യക്തമാക്കുന്നുണ്ട്. ഹാഷ്മി, ഓക്കെ. പാലക്കാട് ഐഷത്തുൽ ഷംനയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഗോപിനാഥൻ ആ വാർത്ത യഥാർത്ഥ ശരിവെക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നോ എല്ലാവരും അങ്ങനെയല്ല എന്നുപോലും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ശബ്ദ സന്ദേശം അങ്ങനെ ശരിവെക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം അവർക്ക് അതിനെപ്പറ്റി ഭീകരമായ അറിവുണ്ട് എന്നതുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. ഇതിനു മുമ്പ് വെളിപ്പെടുത്തുന്ന ഡ്രൈവറുടെ ആ വാട്സാപ്പ് സന്ദേശം ഒരിക്കൽ കൂടി ഒന്ന്. ഞാനൊരു ബസ്സിലെ ഡ്രൈവറാ. എനിക്കൊക്കെ ഇപ്പോ പേടിയാ ബസ്സിലെ പണിയെടുക്കാൻ. എന്താ വെച്ചാല് നമുക്കിപ്പോ ഒരു പച്ചയായ മനുഷ്യന് വണ്ടി ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്താ വെച്ചാല് മിക്ക ഡ്രൈവർമാരും കഞ്ചാവും MDMA ആ. നമ്മളെ മാറ്റത്തൊരു ഉള്ളിലൊരു പേടിച്ചും കൊണ്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഡ്രൈവർമാരിപ്പോ ഇല്ല. ഒക്കെ ധൈര്യം വെച്ചുള്ള കളിയാ. തട്ടിയാ തട്ടട്ടെ, പൊളിഞ്ഞാ പൊളിയട്ടെ. അതിൻ്റെ ഇടയിൽ വരുന്ന ബൈക്കാരെ, ഓട്ടോറിക്ഷക്കാരെ ശ്രദ്ധിക്കാനുള്ള സമയം ചില ഡ്രൈവർമാർക്കില്ല. അതൊരു നഗ്നമായ സത്യമാണ്. ആ ഡ്രൈവർ തട്ടിയാ തട്ടട്ടെ, ആൾ മരിച്ചാൽ മരിച്ചോട്ടെ എന്ന മനോഗതിയിൽ തന്നെ MDMA കടിച്ച ഗൂണ്ടാ സ്വഭാവമുള്ളവർ വണ്ടി ഓടിക്കുന്നത് പുതിയ കാഴ്ചയൊന്നുമല്ല. അത് ഡ്രൈവർ പറയുന്നു, ശരിവെക്കുന്നു. അദ്ദേഹം എല്ലാവരെയും അടച്ചു പറയുന്നതല്ല. അപ്പോൾ ആ വാർത്തയുടെ വിവരങ്ങൾ പറയുകയായിരുന്നു ഐഷത്തുൽ ഷംന. ഷംനെ നിങ്ങളിവിടെ നമ്മുടെ ഡെസ്കിലായിരുന്നു. ഇവിടുത്തെ പല ലൈവുകൾ കണ്ടിട്ടുണ്ടെങ്കിലും പാലക്കാട് ബ്യൂറോയിൽ ആദ്യ ലൈവാണെന്ന് തോന്നുന്നു. പാലക്കാട് നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ പുലിക്കുട്ടി ഐഷത്തുൽ ഷംന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.